ദിവ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. ഞാൻ ഒന്നുമില്ല. അപ്പോൾ അതിന്റെ കാരണം പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റീലില്. അപ്പൊ അത് ഒരു രാജ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു ചാനൽ എടുത്തിട്ടിട്ട് അതിനകത്ത് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ രാജ് ടോക്ക് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. കണ്ണൂരിൽ ഒരു പൊങ്കാല കഴിഞ്ഞ് ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രം വന്ന് എനിക്ക് ഡബ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഷൂട്ട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എറണാകുളത്ത് വേറൊരു വെബ് സീരീസിൻ്റെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ചേർന്നിരുന്ന് ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ പോലും സമയം കിട്ടാത്തതിനിടയ്ക്ക് എവിടെയാണ് അടിക്കാൻ സമയം കിട്ടുക? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ള വോയിസ് ഡോക്ടർ ക്രിസ് വേണുഗോപാലിൻ്റെയാണ്. ഡോക്ടർ ക്രിസ് വേണുഗോപാൽ, അതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലിപ്പ് അവരുടെ വൈഫ് ദിവ്യ ശ്രീധർ. ഈ രണ്ട് പേരുടെയും പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇവർക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇവരാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം വേട്ടമൃഗം. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓടിക്കയറാൻ പറ്റുന്ന ഒരു, എന്താ പറയുക, ചാഞ്ഞിരിക്കുമ്പോൾ പാഞ്ഞു കയറുക, അങ്ങനെ എന്താ പറയില്ലേ, ചെരിഞ്ഞിരിക്കുമ്പോൾ ഓടിക്കയറുന്ന ടൈപ്പ്. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി, നിങ്ങൾ ഫസ്റ്റ് രണ്ടാമത് കേട്ടിട്ടുള്ള പുള്ളിയുടെ വോയിസാണ്. ഞാൻ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ പുള്ളി റിലേറ്റഡ് ആയിട്ടുള്ള, അദ്ദേഹത്തെ റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ അതാണ് പറയേണ്ടത്. ദാറ്റ്സ് വാട്ട് ഐ ഷുഡ് ബി റെഫറിങ് ടു ഹിം ലൈക്ക് ദറ്റ്. അങ്ങനെ പറയാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ബിഗ് ബ്രദർ എന്നുള്ള ആ ഒരു സ്ഥാനത്ത് കാണുന്നൊരു വ്യക്തിയാണ്. ഞാൻ വീഡിയോസ് ചെയ്തിട്ടാണ് പരിചയപ്പെട്ടെങ്കിലും സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് എൻ്റെ ഒരു കാര്യം, ഇപ്പം നമ്മുടേന്ന് ഞാൻ പറയുന്നില്ല, എനിക്കൊന്നും അങ്ങനത്തെ ഒരു വ്യക്തിയോട് സംസാരിക്കാനുള്ളൊരു അർഹത ഉണ്ടോ യോഗ്യത ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന അത്രയും ഉയരങ്ങളിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഏതൊരു വിഷയത്തെക്കുറിച്ചും, എൻ്റെ ഏതൊരു വിഷയങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞാൽ ആ കോള് തീരുന്നതോടുകൂടി എൻ്റെ ആ പ്രശ്നമില്ലാതായിട്ടുണ്ടാവും. അത്രയ്ക്ക് നോളജബിളാണ്. അനുഭവം എന്താ പറയുക, എനിക്ക് എങ്ങനെയാണ് ഈ വ്യക്തിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. ഞാൻ ദിവ്യമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ എല്ലാവർക്കും പ്രശ്നമാണ് നരച്ച താടിയാണ്, എന്താണ് വിഷയം എന്നൊക്കെ, എന്താണ് എല്ലാവരുടെയും പ്രശ്നം, എന്തുകൊണ്ടാണ് ഈ വേട്ടയ്ക്ക് ഇറങ്ങുന്നത് എന്നുള്ളൊക്കെ ഒരുവിധം നമുക്ക് അറിയാം. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി അത്രയും ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തികളെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ആക്സസ് ഉള്ളതുകൊണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ളൊരു സംഭവം, എന്താ വിഷയം എന്ന് നിങ്ങൾ അറിഞ്ഞു, ഞാൻ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു സംശയമുണ്ട്. സംഗതി എന്താ വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതോ 2 ദിവസം മുന്നേ ഇന്നലെ ഇവരുടെ വൈഫ് ദിവ്യ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടു. അവരുടെ നെറ്റിയിലൊരു പാടുണ്ട്, ആ പാട് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് വന്നു. അതിൻ്റെ പേരിൽ രാജ് ടോക്സിലൊരു വീഡിയോ വന്നു. ക്രിസ് പിന്നെ ദിവ്യനെ അടിച്ചു എന്നുണ്ട്. ക്രിസ് സാറ് പുള്ളി അദ്ദേഹം ദിവ്യനെ അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാജ് ടോക്സിൽ രാജേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത്. വീഡിയോ കംപ്ലീറ്റ് കണ്ടില്ല, പക്ഷേ തംബ്നെയിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ട സമയത്ത് എന്നോട് 1-2 പേര് ഫോർവേഡ് ചെയ്തതാണ്. എനിക്ക് പരിചയമുള്ള ആൾക്കാർ, എനിക്ക് പുള്ളിയെ പരിചയമുള്ള പലർക്കും അറിയാം. അപ്പോൾ എനിക്ക് ഫോർവേഡ് ചെയ്തത് എന്താ വലിയ പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എന്താ എനിക്കറിയില്ല. അപ്പം നോക്കുമ്പോൾ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി അയച്ചു തന്നിട്ടുള്ളൊരു വോയിസാണ്. ആ വോയിസ് ഞാൻ പ്ലേ ചെയ്യാം, കംപ്ലീറ്റ് വോയിസ് പ്ലേ ചെയ്യാം. അതിനൊപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ദിവ്യ ശ്രീധറിൻ്റെ ഒരു എക്സ്പ്ലനേഷനും വന്നിട്ടുണ്ട്. നോക്കൂ, എന്താണെന്നറിയോ, ഇവരുടെ ലൈഫിൽ വെരി അൺഫോർച്ചുനേറ്റ്, റിയലി അൺഫോർച്ചുനേറ്റ്. കാരണം അവർക്ക് എന്താ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് കാരണം എനിക്കറിയാം, നമുക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ പറയില്ലേ, എന്താ അവരുടെ സ്ഥിതി, എന്താ അവരെങ്ങനെ ചെയ്യുന്നു നമുക്ക് അറിയില്ല എന്ന്. അങ്ങനെ ആ ഒരു സംസാരത്തിലൂടെ ഞാൻ അങ്ങനെ പറയാം. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഇവരെ വേട്ടയാടി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിയമ പോരാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അവർ. നിയമ പോരാട്ടമല്ല, അവർ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഒരുപാട് ലൈവ്, ഞാൻ ഇവരോട് പറയുന്ന സമയത്ത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. പക്ഷേ ഞാനും വൈഫും കൂടി ഞങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും പറയും, വൈഫ് ചോദിക്കുന്നത്, അല്ല ഇവർക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിക്കും. ഞങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം, അല്ല അവർക്ക് മാത്രം ജീവിക്കണ്ടേ, അവരങ്ങനെ ഒരു ഫെയിം ഹംഗ്രി ആയിട്ടുള്ള ആൾക്കാരല്ല. ഹീസ് ഗോട്ട് അത്രയും വലിയ പ്രൊഫൈലാണ് അദ്ദേഹത്തിൻ്റെ. അടുത്ത് ഒരു തൊഴുത്ത് കെട്ടാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആൾക്കാർ കയറിയിട്ട് പറയുന്ന സമയത്ത് എനിക്ക് തന്നെ പലപ്പോഴായിട്ട് ഭ്രാന്ത് പിടിക്കും. കാരണം ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ തന്നെ പറയാം, ഞാൻ പുള്ളിയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഹൈലി റെസ്പെക്റ്റ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. കാരണം അത്രയും ഒരുപാട് അതുക്കും മേലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ
പുള്ളിയുടെ വോയിസ് പ്ലേ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ വോയിസ് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ദിവ്യ ശ്രീധറിൻ്റെ ഒരു ലൈവുണ്ട്. എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ആ ഒരു വെട്ട് അത് സീരിയൽ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള മേക്കപ്പാണ്, അതാണ് സംഭവം. കണ്ണൂരിൽ ഒരു പൊങ്കാല കഴിഞ്ഞ് ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രം വന്ന് എനിക്ക് ഡബ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എറണാകുളത്ത് വേറൊരു വെബ് സീരീസിൻ്റെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ചേർന്നിരുന്ന് ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ പോലും സമയം കിട്ടാത്തതിനിടയ്ക്ക് എവിടെയാണ് അടിക്കാൻ സമയം കിട്ടുക? 10 പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ചില ആൾക്കാർ ഞങ്ങളെ പറ്റിയുള്ള അപവാദവും കഥയും ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഏറായി പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ഇതിനേക്കാളും നല്ലത് തെണ്ടുന്നതല്ലേ. കാരണം ഏതോരുത്തൻ്റെ ജീവിതം അതിന് എന്താണ് എന്നറിയാതെ ചോദിക്കാതെ എൻ്റെ നമ്പറൊക്കെ എല്ലാവർക്കും കിട്ടാവുന്നതാണ്. എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാമല്ലോ. ധീര എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ക്ലിപ്പിംഗ് ആണ്, സ്റ്റില്ലാണത്. അത് ദൂരദർശനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. എന്നിട്ട് അതിനകത്ത് ഈ രാജ് ടോക്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിപ്പോൾ റീൽസ് ഇട്ടത് തന്നെ റീച്ചാക്കാൻ വേണ്ടിയിട്ടാണ്. റീൽസ് ഇടുന്നത് റീച്ചാക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ തല്ലി എന്ന് പറഞ്ഞിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. എന്താ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തല്ലിയല്ലേ എന്നല്ല അർത്ഥം. വായിക്കാൻ പോലും അറിയാത്ത കുറേ, മലയാള ഭാഷ അറിയാത്ത കുറേ ആൾക്കാരും അതിനെ വെച്ച് കഥ ഉണ്ടാക്കാൻ വേറെ കുറേ ആൾക്കാരും. എന്താ ചെയ്യുക? യെസ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ടോ. ഒരു ഈ സോഷ്യൽ മീഡിയയിൽ പല സംഭവങ്ങൾ വരുന്ന സമയത്ത് പൊതുജനം പലവിധം എന്താണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്നത്, നമ്മൾ ഉദ്ദേശത്തോടെയാണ് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കൂടി, ഇവരുടെ കേസിൽ വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കൂടി ആൾക്കാർ അങ്ങനെ പെർസീവ് ചെയ്താലും ആൾക്കാർ അതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും. അതങ്ങനെ യോഗമുള്ള ഒരു കപ്പിളാണ് അവർ. എന്തായാലും ദിവ്യ ശ്രീധറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാനിവിടെ വെക്കാം. അവർ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക. പിന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ കൂടിയിട്ടുള്ള എൻ്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, സോറി ഫോർ ദാറ്റ്. എന്നെക്കാളൊക്കെ ഒരുപാട് വലിയ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന കണക്ഷൻസിൽ വെച്ചിട്ട് വളരെ ഭാഗ്യം എന്ന് തോന്നിക്കുന്ന അത്രയും നല്ലൊരു മനുഷ്യനാണ്. ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുകയാണ്, നിങ്ങളിങ്ങനെ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല മനുഷ്യനാണ്. ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യണം എന്ന് ജീവിതത്തിൽ പോലും മനസ്സുകൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും ഒരു ചെറിയൊരു നിമിഷത്തിൽ പോലും ഒരാൾക്ക് പോലും ദ്രോഹം ചെയ്യണം എന്ന് എവിടെ പറയാം, നമ്മുടെ കൊളോക്കിയൽ പറഞ്ഞ പഞ്ചായത്തിൽ പോലും നമ്മുടെ ജില്ലയിൽ പോലും ചിന്തിക്കാത്ത, അതുപോലും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. എല്ലാവരുടെയും നല്ലത് ആഗ്രഹിക്കുന്ന, നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് അദ്ദേഹത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിലോ വിഷയം പറയണ്ട, നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴൊക്കെ അദ്ദേഹത്തിന് എൻ്റെ പ്രശ്നങ്ങളുള്ള സമയത്ത് എന്തെങ്കിലാണെന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. ഇന്നൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ സാർ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ നമുക്ക് ലൈഫിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടുന്നും നമുക്കൊരു ഡെഡ് എൻഡിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വർത്താനം അതിനും വളരെ കൃത്യമായിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ തന്ന് നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് നമുക്കതെല്ലാം മറന്ന് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കാൻ അത് പ്രാപ്തി, അങ്ങനെ അത്രയും ഹൈലി നോളജബിളായിട്ട്. ഇപ്പോൾ കണ്ണ് കണ്ട മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കൊടുക്കുന്ന വെറുതെ അവിടുന്ന് ഇവിടുന്ന് കോപ്പി അടിച്ച് പറയുന്ന സംഭവമല്ല. അത്രയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നോളജബിളായിട്ടൊരു വ്യക്തി. അങ്ങനത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് പലതും കേൾക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് വിഷമം തോന്നിപ്പോവും. ഏതായാലും ദിവ്യ ശ്രീധറിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം, അത് നിങ്ങൾ കണ്ടിട്ട് പറയൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാർ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനും പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പലതും പറയും. അപ്പോൾ അവരിങ്ങനെ ഒരു ഇത് പോസ്റ്റ് ചെയ്തു എന്താലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് പല രീതിയിലും അതിനെടുക്കാം, സ്വാഭാവികമായിട്ടും. പക്ഷെ അതിനെ കണക്ട് ചെയ്ത കണക്റ്റിങ് ഭയങ്കരമായിപ്പോയി. ഇദ്ദേഹം അവരെ അടിച്ചു എന്നൊക്കെ പറയണ്ടേ, എൻ്റെ ഭഗവാനെ, അദ്ദേഹത്തിനെ കൊണ്ട് ഒരു മുഖം കറുപ്പിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോലും പറയാൻ പറ്റാത്തൊരു വ്യക്തി അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള അത്രയും സൗഭാഗ്യമായിട്ട് കരുതുന്ന ഒരു സ്ത്രീയെ അടിച്ചു എന്നൊക്കെ പറയാം. അതിൻ്റെ മുറിപ്പാടും കൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ ഈ ആൾക്കാർ എന്താ മനസ്സിലാക്കിയത്?
അത് അത്രയും തേർഡ് ക്ലാസ് ആണോ അവർ? അരെ ബ്ലഡി യു ഗൈസ് ഡോണ്ട് നോ. ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ല. നിങ്ങളെന്താ മനസ്സിലാക്കി? മറ്റുള്ള സാധാരണ കാണുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ആൾക്കാരെ പോലെ എന്നെ അടിച്ച ഭർത്താവിൻ്റെ അടിച്ച പാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു ലേഡിയാണ് അവരെന്നുള്ളതും അങ്ങനെ ഒരു ഇതിൽ അടിക്കുന്ന അയ്യേ എനിക്ക് പറയാൻ തന്നെ എന്തോ ആവുന്നു. എന്നോട് തെറി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയാൻ തന്നെ, കാരണം എനിക്ക് ഇവരെ അറിയുന്നതുകൊണ്ട് പറയാം. എനിക്ക് ഇദ്ദേഹത്തെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. കഷ്ടം എന്നല്ലാണ്ടൊന്നും പറയാനില്ല. ചിലപ്പോൾ ഞാനും ഇതേമാതിരി പലരെക്കുറിച്ച് സംസാരിച്ച കേസ് ആൾക്കാർ അങ്ങനത്തെ ഒരു ഉണ്ടായിരിക്കാം കേട്ടോ. റിയലി സോറി. ചിലപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്കും വന്നിട്ടുണ്ട്, വരാതിരുന്നിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് അറിയുന്ന കേസ് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ കേട്ടോ. കണ്ടോളൂ ഈ ബാക്കിയുള്ള ഒരു വീഡിയോ. ഓക്കെ, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഓൺ വോയിസിൽ വരാൻ കാരണം ഞാൻ നല്ല ഉറക്കമായിരുന്നേ. എനിക്ക് 4-5 ദിവസമായിട്ട് പനിയാണ്. ഇപ്പോഴത്തെ പനി അറിയാലോ, ശബ്ദമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ തീരെ വയ്യായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ എനിക്ക് ഫോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലും അല്ലായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു, ഗുളിക കഴിക്കുന്നുണ്ടേ. അപ്പൊ ഇതാ എനിക്ക് പനീന്റെ തെളിവ് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, ദിവ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞേ ഒന്നുമില്ല. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താന്ന് ചോദിച്ചപ്പോ ഒരു പ്രശ്നമൊന്നുമില്ല. എന്താണ് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റീലില്. അപ്പൊ അത് ഒരു രാജ് ടോക്ക് എന്ന് പറഞ്ഞ ഒരു ചാനൽ എടുത്തിട്ടിട്ട് അതിനകത്ത് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ രാജ് ടോക്ക് എന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ അപ്പൊ ആ ലിങ്ക് ഒന്ന് അയക്കെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. രാജ് ടോക്കിന് എന്താണ് പ്രശ്നം? രാജ് ടോക്കിന്റെ മുതലാളി ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചത് രാജ് ടോക്കിന്റെ മുതലാളി കണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ. എന്റെ നെറ്റിയിൽ എവിടെയാണ് പാട്? എന്റെ നെറ്റിയിലോ എന്റെ മുഖത്തോ എന്റെ ശരീരത്തോ ഒരു പാടുമില്ല. ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇതുവരെ എന്നെ തല്ലിയിട്ടോ എന്നെ ദ്രോഹിച്ചിട്ടോ ഇല്ല. നിങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? അല്ലെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും എന്ത് ചെയ്യുന്നു? ഇപ്പം രേഖ രതീഷ് കഴിഞ്ഞു, രേണുസുതി കഴിഞ്ഞു, ഇനിയിപ്പം പഴയ സ്റ്റാർട്ടിങ് ഞാനാണല്ലോ ഉണ്ടായത്. അപ്പൊ ദിവ്യ ശ്രീധർക്ക് എന്ത് പറ്റി? ദിവ്യ ശ്രീധർ അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം, ദിവ്യ ശ്രീധർ സങ്കടമുള്ള വീഡിയോ ഇട്ട പ്രശ്നം, ദിവ്യ ശ്രീധർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദിവ്യ ശ്രീധറിന്റെ ലൈഫ് പൊട്ടിപ്പോയോ? അവര് വേർപിരിഞ്ഞോ? അല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി ഭയങ്കര ഉത്കണ്ഠയാണല്ലേ രാജ് ടോക്കിന്. നാണമില്ലേ രാജ് ടോക്കെ? കുറച്ച് നാണമില്ലേ? രാജ് ടോക്ക് പറയുന്നത് അത് ഒറിജിനലായിട്ട് വന്ന മുറിവാണെന്നാണ്. അത് അടിച്ച മുറിവ് തന്നെയാണ്, അത് മേക്കപ്പ് ഒന്നും അല്ല, അത് ഒറിജിനലാണെന്നാണ് രാജ് ടോക്ക് പറയുന്നത്. രാജ് ടോക്ക് ഒന്ന് വന്ന് നോക്ക് ഒറിജിനലാണോന്ന്. എന്റെ ധീര എന്ന് പറയുന്ന വെബ് സീരീസ് മേക്കപ്പ് ചെയ്ത മുരുകൻ ചേട്ടനി ഒത്തിരി താങ്ക്സ് ആ ഒറിജിനാലിറ്റി കൊണ്ടുവന്നതിന്. ഞാനൊരു വെബ് സീരീസ് ചെയ്തതിന്റെ ഒരു സീനിലെ പോർഷൻസ് ആണ് സംഭവം. അതില് എനിക്ക് ആക്സിഡന്റ് പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മേക്കപ്പ് അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ഞാൻ വേറൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സോങ് വേഷങ്ങൾ ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു സോങ്ങും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കാണാനില്ല, ഞാനത് എടുത്തു തരാം. അപ്പോ ഇപ്പൊ ദിവ്യ ശ്രീധർ കല്യാണം കഴിച്ചതിന്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സങ്കടമുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റില്ല, നല്ലൊരു തീം ഇഷ്ടപ്പെട്ട അത് ഇടാൻ പറ്റില്ല, ഒന്നും ചെയ്യണ്ട. ഫുൾ ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ഇടണം. അങ്ങോട്ട് തിരിഞ്ഞ് കണ്ണുന്നൊന്ന് ജസ്റ്റ് വെള്ളം വരുന്നുണ്ടെന്ന് സീൻ ചെയ്ത് അപ്പൊ പറയും ദിവ്യ ശ്രീധർക്ക് എന്തോ സംഭവിച്ചു. അത് തെച്ചടിക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ ഓക്കെ കമന്റ്സുകളൊക്കെ വന്നോട്ടെ, അതിന് റിപ്ലൈ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വേണ്ടാത്ത രീതിയിൽ ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കി വീഡിയോ ഇടുന്ന രാജ് ടോക്കിനെ പോലെയുള്ള ചാനലുകാരെ എന്ത് ചെയ്യണം?
രാജ് ടോക്ക് പറയുന്നത് എന്നെ അടിച്ചതാണ്, അടിച്ച പാടാണ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ കണ്ടോ ഞാനും ക്രിസ്തും തമ്മിലുള്ള പ്രശ്നം? നിങ്ങൾ കണ്ടോ? അല്ലെ നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് അറിയോ? എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ക്രിസ് എന്നെ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ? രാജ് ടോക്കിനോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ കണ്ടോ? ഇല്ലാത്ത കഥകൾ കെട്ടിപ്പൊക്കി വീഡിയോയുടെ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? കുറച്ച് നാണം വേണ്ട നിങ്ങൾക്ക് മാസ വരുമാനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടി കുറച്ച് നാണം വേണ്ടേ? ഞാനിപ്പോ ഒരു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങന്റെ വീഡിയോ, അതിലെ തീമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഹാർട്ട് ടച്ചിങ് ആയ കുറെ ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് അതിനകത്തൊക്കെ വരുന്നത്. അതൊക്കെ എനിക്ക് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് വ്യക്തികള് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിടുന്ന വീഡിയോസുകളൊക്കെ കണ്ട ഞാനത് സ്റ്റോറി ഇടാറുണ്ട്, ഞാനത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ. അതിപ്പോ എന്റെ സ്റ്റോറിയിൽ ഇട്ടതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതിട്ട എന്റെ ലൈഫ് മൊത്തം അങ്ങ് ചിന്നിച്ചിതറി എന്നാണോ അർത്ഥം? എനിക്ക് മനസ്സിലാവില്ല. ദിവ്യ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ദിവ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ് വേണുഗോപാൽ എന്തോ ചെയ്തു, ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരനും നമ്മളുടെ ജീവിതം എന്തോ നശിച്ചു, അങ്ങനെ ഇങ്ങനെ. നമ്മളെ ജീവിതം എന്തോ ആയ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്കൊരു റീച്ച് കിട്ടാനുള്ള മാസ വരുമാനം കിട്ടാൻ അന്നത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം അല്ല ഇട്ട് കളിക്കേണ്ടത്. നിങ്ങളെ ലൈഫ് തന്നെ നിങ്ങൾ ഇട്ട് കളിച്ചത്. നിങ്ങൾ പൊങ്കാലയിടും, നിങ്ങളെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ പൊങ്കാലയിടും. എന്നിട്ട് നിങ്ങളെ റീച്ച് ഉണ്ടാക്ക്. നിങ്ങളുടെ അടുപ്പ് പോകഞ്ഞോ നോക്കിയിട്ട് പോരെ മറ്റുള്ളവരുടെ അടുപ്പ് പോകഞ്ഞോ നോക്കുന്നത്? നിങ്ങളുടെ ലൈഫ് എങ്ങനെയാ പോകുന്നത്? സ്വന്തം പല്ലിക്കുത്ത് നാറ്റിക്കാതെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ നിങ്ങൾ ഒന്ന് അന്വേഷിക്കും. കേട്ടില്ലേ? നമ്മുടെ ലൈഫിൽ ഒരു കുഴപ്പമില്ല, ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് ഇനി പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇത് എന്തൊരു കഷ്ടമാണ്. നാണമില്ല രാജ് ടോക്കിൽ നിന്ന്. എങ്ങനെ ഒരാളെ ലൈഫിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിപ്പൊക്കി സ്വയം മെനഞ്ഞെടുത്ത് കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്നു? നിങ്ങളെ ചാനൽ പൂട്ടിക്കും. ഞാൻ പറഞ്ഞേക്കാം, ചാനൽ പൂട്ടിക്കും. ഞങ്ങളുടെ പിറകെ നിങ്ങൾ വരണ്ട. കേട്ടില്ലേ? ഞങ്ങളുടെ പിറകെ നിങ്ങൾ വരണ്ട. ആരും ഏത് ചാനലുകാരും ഞങ്ങളുടെ പിറകെ വരണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ റീൽസ് ഇടും. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഫോണിലല്ലല്ലോ ഞങ്ങളുടെ ഫോണിലല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തവർ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുക. ഈ ചാനലുകാര് വന്നിട്ട് ഓൺലൈൻ മീഡിയാസുകൾ വന്നിട്ട് നമ്മളെ ഒരു വീഡിയോസും എടുത്ത് പൊങ്കാലി ഇടാൻ നിൽക്കണ്ട. ഇല്ലാത്ത അറിയാത്ത കഥകൾ എടുത്ത് പൊക്കി നിങ്ങൾ തലക്കെട്ട് കൊടുത്ത് ഇവർ പിരിഞ്ഞോ, ദിവ്യ ശ്രീധർ ഇങ്ങനെ കുറെ റീൽസ് സങ്കടമുള്ള റീൽസ് ഇട്ടിട്ടുണ്ട്. അവര് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കുട്ടിക്കുരങ്ങന്റെ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ സ്റ്റോറി ഇട്ടത്. അവർ വേർപിരിഞ്ഞോ? ക്രിസ് വേണുഗോപാൽ അടിച്ചു. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, നാവൊക്കെ കുഴഞ്ഞു പോവുകയാണ്. കാരണം ഇത്രയും ഡോസിലെ ഗുളികയാണ് ഞാൻ കഴിക്കുന്നത്. 5 ദിവസമായി പനിയും കൊണ്ട് നിൽക്കുന്നത്. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, രാജ് ടോക്കിനെ പോലെയുള്ള ഈ ഇത്തരം ചട്ടത്തരം കാണിക്കുന്ന ചാനലുകളാണ് ആദ്യം പൂട്ടിക്കേണ്ടത്. ഇനി എന്നെ ക്രിസ് വേണുഗോപാൽ അടിച്ചതുമില്ല, എന്നെ ദ്രോഹിച്ചതുമില്ല. എന്നെ ഇതുവരെ ആ മനുഷ്യൻ ദ്രോഹിച്ചിട്ടില്ല. അത് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തെടുത്ത് എന്നെ അടിച്ചതാണ്, അത് ഒറിജിനലായിട്ട് ചെയ്തതാണ് എന്ന്. ധീര എന്ന് പറയുന്ന വെബ് സീരീസിന് വേണ്ടി എനിക്ക് മേക്കപ്പ് ചെയ്തത് നമ്മുടെ മുരുകൻ ചേട്ടനാണ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, 1 മിനിറ്റ്. അതിന് ബാക്കി ഇവിടെ കാണാനില്ല. അല്ലെങ്കിൽ ഞാനത് അതുകൂടി ഞാനൊന്ന് പോസ്റ്റ് ചെയ്തേനെ. സമയം കണ്ടായിരുന്നു. ഇനിയിപ്പോ അത് ഞാൻ ഒരു കൈയൊക്കെ മുറിഞ്ഞ് നെറ്റിയൊക്കെ പൊട്ടിയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദിവ്യശ്രീതക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിവ്യശ്രീതക്ക് എന്തെങ്കിലും ഒന്ന് സങ്കടമുള്ള ഒരു വീഡിയോ ഇട്ടാ അത് പ്രശ്നം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്ന്. നിങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങളുടെ പിറകെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാണം ഇല്ലാതാ ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് നാണം. മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് കളിക്കുമ്പോൾ കുറച്ച് നാണം ഇല്ലേ ഇവർക്കൊന്നും? രാജ് ടോക്കിന് മറ്റേ ഗിന്നസ് റെക്കോർഡ് നേടാൻ വേണ്ടിട്ടില്ല എന്തോ ആണെന്ന് തോന്നുന്നു. ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും പിരിഞ്ഞ ഒരു വീഡിയോ ഇട്ടാല് എന്തോ ആദ്യത്തെ കണ്ടുപിടുത്തം രാജ് ടോക്ക് കണ്ടുപിടിച്ചു. ദിവ്യ ശ്രീധർക്ക് അടി കിട്ടി ക്രിസ് വേണുഗോപാലിന്റെ കയ്യിൽ നിന്നും. ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടാ. ഫസ്റ്റ് കണ്ടുപിടിച്ചത് രാജ് ടോക്കാണ്.
ഇനിയിപ്പം അതിന്റെ പിറകെ വന്നോളും കുറെ ടീമുകൾ ഇപ്പം വരും. കാരണം അവർക്ക് ഞങ്ങളെ പോലെയുള്ളവരെ പൊങ്കാലയിട്ട ഒരുപാട് റീച്ച് കിട്ടുമല്ലോ. അപ്പൊ പിന്നെ അങ്ങ് ഇനിയിപ്പോ ഒരുപാട് റീൽസുകളൊക്കെ വന്നോളൂ, കുഴപ്പമില്ല. ഒന്നാമതേ വയ്യാതെ കണ്ട് ഡോക്ടർക്ക് പോയി ആ ഒരു അവസ്ഥ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. എന്റെ കൈയൊക്കെ മുറിഞ്ഞ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇപ്പൊ കാണാനില്ല, ഇതിനകത്ത് എവിടെയോ ഉണ്ട്. ഇനിയിപ്പോ തപ്പിയെടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണത്. എവിടെ ഉണ്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ് ടോക്ക് ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ക്രിസ് വേണുഗോപാൽ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ഇറക്കിയത് രാജ് ടോക്കാണ്. അപ്പോ രാജ് ടോക്ക് ഇതിന് കൃത്യമായ ഒരു മറുപടി തന്നേ പറ്റുള്ളൂ. രാജ് ടോക്കാണ് ഇതിപ്പം മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ള ഉത്തരവും രാജ് ടോക്ക് തന്നെ തരണം. ആ വീഡിയോ നിങ്ങളെല്ലാരും കണ്ടിട്ടോ എന്റെ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ വീഡിയോ കാണാനില്ല. ഇതിപ്പോ നിങ്ങൾക്ക് തെളിവടക്കം ഇങ്ങനെ തരണം എന്ന് വെക്കുമ്പോ തന്നെ എത്തിച്ച് കഷ്ടമാണ്. മിനിറ്റ് തീരെ വയ്യ, നല്ല പനിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിന്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, തീരെ വയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ശബ്ദം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. രാജ് ടോക്ക് ഇതിനൊരു മറുപടി തന്നേ പറ്റുള്ളൂ. കേട്ടില്ലേ? ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കി നാട്ടുകാർക്ക് മുമ്പിൽ നമ്മളെ വെടിവേഷം കെട്ടിക്കുന്ന നമ്മുടെ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രാജ് ടോക്ക് ഇതിനൊരു മറുപടി തന്നേ പറ്റുള്ളൂ.